Welcome to my YouTube channel. Today we are going to discuss the chapter Transportation in Animals and Plants. That three parts we have already discussed, and it is the fourth part, that is Excretion in Animals. ജീവജാലങ്ങളുടെ വിസർജനം ഇതേക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So first we will discuss excretion in animals. So you all know that carbon dioxide is released during exhalation. നമ്മുടെ നിശ്വാസവായുവിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. ആൻഡ് ഓൾസോ you have recall that undigested food is released from our body through ejection. You know, injection is the process of taking food, and egestion is the removal of undigested food. After digestion, some undigested food materials that is released, and that process we called as egestion. And let us now find out how the other waste materials are removed from the body. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നിശ്വാസവായുവിലൂടെ എക്സൈലേഷൻ വഴിയും അൺഡൈജസ്റ്റഡ് ഫുഡ് നമ്മൾ ഇജക്ഷൻ വഴിയും നമ്മൾ പുറന്തള്ളും, അല്ലേ? മലമായിട്ട് നമുക്ക് പുറത്തേക്ക് തള്ളും. നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് വിസർജ്യ വസ്തുക്കൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. You know that the major source of energy is glucose. When glucose is used for getting energy, carbon dioxide is produced, that is released through during exhalation. ഇതുപോലെ തന്നെ some other waste products are also produced in our body. When our cells perform their function, certain waste materials are produced in our body, and these waste material must be removed from our body, otherwise it become toxic. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻസ് ചില സമയത്തൊക്കെ എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇഫ് വി ടേക്ക് മോർ എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ്, ഫ്രം പ്രോട്ടീൻ ഓൾസോ വി ഗെറ്റ് എനർജി, ജസ്റ്റ് ലൈക്ക് ഗ്ലൂക്കോസ്. പക്ഷെ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉണ്ടാകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ പ്രോട്ടീൻസിൽ നിന്ന് എനർജി കിട്ടുന്ന സമയത്ത് സം നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽസ് ആർ പ്രൊഡ്യൂസ്ഡ്, ആൻഡ് ദീസ് വേസ്റ്റ് മെറ്റീരിയൽസ് ആർ വെരി ഹാർംഫുൾ ഇഫ് ദെയർ എമൗണ്ട് ഇൻ അവർ ബ്ലഡ് ഇൻക്രീസസ് എക്സീഡ് സെർട്ടൻ സേഫ് ലിമിറ്റ്. നമ്മുടെ ഈ വിസർജ്യ വസ്തുക്കൾ നിങ്ങൾക്കറിയാം, വിവിധ ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ബ്ലഡാണ്. സോ വെൻ ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ, എസ്പെഷ്യലി നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽ, നൈട്രജൻ അടങ്ങിയ വിസർജ്യ വസ്തുക്കളുടെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം ടോക്സിക്, നമ്മുടെ ശരീരത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. സോ ദിസ് മെറ്റീരിയൽ മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം അവർ ബോഡി. That for removal of that material, waste material from the body, there is a system. That system is called human excretory system. That system is called the excretory system. So we will discuss human excretory system first. So you know, this human excretory organ is a pair of kidney. നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഒരു പെയർ കിഡ്നിയാണ്. യു നോ ദ കിഡ്നി ഈസ് ബീൻ ഷേപ്ഡ് ആണ് അതിൻ്റെ ഷേപ്പ്. ആൻഡ് ദിസ് how this process of elimination or removal of waste material is done. You know, kidney filters blood. കിഡ്നി നമ്മുടെ രക്തത്തിലെ യൂറിനെ വേർതിരിച്ചെടുക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ കിഡ്നിക്കകത്ത് there are blood capillaries, രക്തലോമ്യകളുണ്ട്. ഓക്കെ, സോ ലെറ്റ് us come to that. When blood reaches the two kidneys, it contains both useful and harmful substances. The useful substances are absorbed back into the blood. നമ്മുടെ കിഡ്നിയിലൂടെ രക്തം പ്രവഹിക്കുന്ന സമയത്ത് അതിനകത്തെ അരിപ്പകൾ, ദാറ്റ് ഈസ് കോൾഡ് നെഫ്രോണുകൾ എന്ന് പറയും.
അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റാണ്. അതിനകത്ത് ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ട്. വെൻ ദ ബ്ലഡ് പാസസ് ത്രൂ ദ ബ്ലഡ് ക്യാപ്പിലറീസ്, വാട്ട് ഹാപ്പൻ? ദിസ് വേസ്റ്റ് മെറ്റീരിയൽ ആർ ഫിൽറ്റേർഡ് into this filtered out, okay, along with some useful materials. ബ്ലഡിൽ നിന്ന് ഫിൽറ്റർ ആവുന്ന മെറ്റീരിയൽസിൽ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമല്ല, ചിലപ്പോൾ നല്ല യൂസ്ഫുൾ സബ്സ്റ്റൻസസും ഉണ്ടാവും. കിഡ്നി അരിച്ചു മാറ്റുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങളും പിന്നെ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് പോലുള്ള ചില മെറ്റീരിയൽസും അതിനെ അരിച്ചു മാറ്റും. ബട്ട് ദ യൂസ്ഫുൾ സബ്സ്റ്റൻസസ് ആർ എഗെയിൻ ടേക്കൺ ഓർ ബാക്ക് ഓർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. എന്നാൽ അതിനെ വീണ്ടും രക്തത്തിൽ നിന്ന് തിരിച്ചെടുക്കും. ബട്ട് ദ സം മെറ്റീരിയൽ വിച്ച് ആർ ടോട്ടലി harmful to our body remains in that. പിന്നീട് നമ്മുടെ രക്തത്തിലെ മാലിന്യം മാത്രം ഈ അവശിഷ്ടത്തിൽ ഉണ്ടാകുകയുള്ളൂ. ദീസ് സബ്സ്റ്റൻസസ്, ഓക്കെ, ആൻഡ് that this waste material produced in this filtered out from the blood is known as urine. നമ്മുടെ രക്തത്തിൽ നിന്ന് യൂറിൻ അത് വേർതിരിച്ചെടുക്കും. യൂറിൻ കണ്ടെയ്ൻ യൂറിയ. യൂറിൻ്റെ അകത്ത് യൂറിയയുണ്ട്. യൂറിയ ഈസ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി. ആൻഡ് then this let us come to the structure of the kidneys. Kidneys are the excretory organ, a pair of kidney, and the kidney, the urine goes into the urinary bladder through this you can see through you can see this urine is the urine is collected in the urinary bladder, okay, and this is collected through the urinary bladder through tubes like ureters. നിങ്ങൾക്ക് കാണാം ഈ കിഡ്നീസിലെ ഈ യൂറേറ്റർ വഴി ഈ മാലിന്യം, ദാറ്റ് ഈസ് യൂറിൻ ഈസ് കളക്റ്റഡ് ഇൻ ദ യൂറിനറി ബ്ലാഡർ. അത് യൂറേറ്റർ എന്ന് പറയുന്ന ട്യൂബിലൂടെയാണ് അത് ഈ യൂറിനറി ബ്ലാഡറിൽ കളക്ട് ചെയ്യപ്പെടുന്നത്. and it is stored in the bladder and it is passed out to the through the urinary opening. ഈ യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന യൂറിൻ ടൈം ടു ടൈം ഇറ്റ് ഈസ് റിലീസ്ഡ് ത്രൂ ദ യൂറിനറി ഓപ്പണിംഗ്. ആൻഡ് this urinary opening at the end of the muscular tube is called urethra. അപ്പോൾ അതിനെയാണ് നമ്മൾ യൂറീത്ര എന്ന് പറയുന്നത്. Okay, the kidney, ureters, urinary bladder and urethra form the excretory system of human being. അപ്പോൾ നമ്മുടെ excretory systemത്തിലെ kidney is the ureter, urinary bladder, urethra and urinary opening. All these forms the excretory system of human being. And you can see an adult human being normally passes about 1 to 1.8 liter of urine in 24 hours. നമ്മൾ 1 to 1.8 ലിറ്റർ യൂറിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയും. യൂറിൻ കൺസിസ്റ്റ് ഓഫ് 95% ഓഫ് വാട്ടർ. 95% വാട്ടർ ആയിരിക്കും. 2.5% യൂറിയ ആൻഡ് 2.5% other waste product. Okay, we all experienced that sweat contains water and salt. നമ്മുടെ വേറൊരു വേസ്റ്റ് പ്രോഡക്റ്റാണ് സ്വെറ്റ്. അതിനകത്ത് വാട്ടറും സോൾട്ടും ഉണ്ടാവും. ഓക്കെ, നമ്മുടെ നല്ല വിയർത്ത സമയത്ത് നമ്മുടെ ബോഡിക്കകത്ത് വൈറ്റ് പാച്ചസ്, വിയർപ്പ് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വൈറ്റ് പാച്ചസ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. And these white patches are nothing but the salt. ഈ ഉപ്പ്, അത് നമ്മുടെ this salt is produced when the sweat get vaporized. സ്വെറ്റ് മാത്രം, അതിലെ ജലാംശം മാത്രം നീരാവിയായി പോവുകയും സ്വെറ്റിനകത്തുള്ള സോൾട്ട് നമ്മുടെ ബോഡിയിൽ പറ്റിച്ചേരുകയും ചെയ്യുന്നത് കൊണ്ടാണത്. ഓക്കെ, ആൻഡ് ഡസ് ദിസ് സ്വെറ്റിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്വെറ്റിംഗ് നടക്കുന്നത്? നമ്മൾ പഠിച്ചു, ബ്ലഡിൻ്റെ ഫങ്ഷൻ പഠിച്ചപ്പോൾ മൂന്നാമതൊരു ഫങ്ഷൻ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബ്ലഡ് കീപ്സ് അവർ ബോഡി ടെമ്പറേച്ചർ, മെയിൻറ്റെയിൻ അവർ ബോഡി ടെമ്പറേച്ചർ.
നമ്മൾ നല്ല വിയർപ്പുണ്ടാകുമ്പോൾ, നല്ല ചൂടുണ്ടാകുന്ന സമയത്ത് നമ്മൾ വിയർക്കും. അങ്ങനെ ഈ വിയർപ്പിനെ നീരാവിയായി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലെ ഹീറ്റാണ് ഉപയോഗപ്പെടുത്തുന്നത്. സോ മെയിൻ്റനൻസ് ഓഫ് അവർ ബോഡി ടെമ്പറേച്ചർ. സോ സ്വെറ്റിംഗ് ഹെൽപ്പ് ടു കൂൾ അവർ ബോഡി. നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സ്വെറ്റിംഗ്. ഓക്കെ, ആൻഡ് യു നോ ദാറ്റ് aquatic animal, that is fish, excrete the urine in the form of a gas called ammonia. മത്സ്യങ്ങൾ വിസർജ്യ വസ്തു എന്ന് പറയുന്നത് അമോണിയാണ്. നോ പ്രോബ്ലം ഫോർ ദം ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ വാട്ടർ. സോ ദേ റിലീസ് ഇറ്റ് ഇൻ ടു ദ വാട്ടർ. സം ലാൻഡ് ആനിമൽ ലൈക്ക് ബേർഡ്സ്, ലിസേർഡ്സ്, the snakes excrete semi-solid white colored compound, that is uric acid. നിങ്ങൾ ലിസേർഡിൻ്റെയൊക്കെ യൂറിൻ കണ്ടിട്ടുണ്ടാവും, വൈറ്റ് കളേർഡ് സോളിഡ് സബ്സ്റ്റൻസ്. Also you can see the urine of birds, that is also വൈറ്റ് കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ദ മേജർ പ്രോഡക്റ്റ് നമ്മുടെ ബോഡിയിലാണെങ്കിൽ അവർ വേസ്റ്റ് പ്രോഡക്റ്റ് ഈസ് കോൾഡ് യൂറിയ. So fish, the waste product, they release in the form of ammonia, gas item. But in the case of birds and lizards etc., they excrete urine in the form of uric acid. അത് യൂറിക് ആസിഡ് ആയിട്ടാണ് അതിനകത്തുണ്ടാകുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ഈസ് യൂറിയ. യൂറിയ ഈസ് കമ്പാരറ്റീവ്ലി ലെസ് harmful. Okay, that's it. And sometimes a person's kidney may not function properly and due to some infection or injury. ചില സമയത്ത് നമ്മുടെ കിഡ്നീസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കും. ഇൻ ദാറ്റ് ടൈം വാട്ട് ഈസ് ഡൺ ആസ് എ റിസൾട്ട് ദ കിഡ്നി ദിസ് ലീഡ് ടു കിഡ്നി ഫെയിലർ. അപ്പോൾ ഇങ്ങനെ കിഡ്നി ഫെയിലർ ഉണ്ടാകുമ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് കിഡ്നി ഫെയിലർ വേസ്റ്റ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലെ ഈ വേസ്റ്റ് പ്രോഡക്റ്റിൻ്റെ അളവ് വളരെ കൂടുതലായി മാറും. സോ ഇറ്റ് ദിസ് ഇൻ സച്ച് എ പേഴ്സൺ കനോട്ട് സർവൈവ്. അങ്ങനത്തെ ആളുകൾക്ക് കൂടുതൽ സമയം ജീവിക്കാൻ കഴിയില്ല. ബിക്കോസ് ദെയർ ബ്ലഡ് കണ്ടെയ്ൻ മോർ എമൗണ്ട് ഓഫ് യൂറിയയുടെ amount കൂടും. സോ ദ കിഡ്നി ഈസ് നോട്ട് ഫങ്ഷനിങ്, കിഡ്നി ഈസ് നോട്ട് ഫിൽറ്ററിങ് ദ യൂറിയ ഓർ ദ യൂറിൻ from the blood which contain urea. Okay, in that case this blood is purified by using an artificial kidney. ആർട്ടിഫിഷ്യൽ കിഡ്നി ഉപയോഗിച്ച് അങ്ങനെയുള്ള രോഗികളുടെ ബ്ലഡ് നമുക്ക് പ്യൂരിഫൈ ചെയ്യാം. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഡയാലിസിസ്. അതിനാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. സോ നൗ ലെറ്റ് us discuss the last part of this the last part, that is transportation in plants. Just like animals, transport system is present in plants. How the transportation of material take place in plants? സസ്യങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ നടക്കുന്നു? And you know, plants need water and minerals for their preparation of food in the leaves. That process we call it as photosynthesis. For photosynthesis, plants need water and minerals. Okay, so root absorb water and minerals and it has to be transported into the leaves. Okay, and let us discuss how transportation of substances take place in plants. പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഇങ്ങനെ ഈ പ്ലാന്റ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാട്ടറും മിനറൽസും ലീഫിലെത്തിക്കഴിഞ്ഞാൽ വാട്ട് ദ ലീഫ് ഡു? ലീഫ് പ്രിപ്പയർ ഫുഡ് ആൻഡ് പ്രിപ്പയർ ഫുഡ് ഈസ് ടേക്കൺ ഇൻ ടു അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ് for storage and for making use of that. So in plants also transport system is there. So let us discuss transportation of water and minerals in plants. സസ്യങ്ങളിൽ വാട്ടറും മിനറൽസും എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. So you can see the picture there. പിക്ചർ ഓഫ് ഈ റൂട്ടിൻ്റെ പിക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദ സ്ട്രക്ചർ ഓഫ് റൂട്ട് ആൻഡ് യു ക്യാൻ സീ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ദർ.
അതിനകത്ത് ആ ബ്ലൂ ലൈൻ കാണുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടറാണ്. വാട്ടർ എങ്ങനെയാണ് സസ്യങ്ങളിൽ ഈ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദ റൂട്ട് കണ്ടെയ്ൻസ്, നിങ്ങളുടെ ഒരു ക്രോസ് സെക്ഷൻ യു ക്യാൻ സീ ഹിയർ a diagram. What is this diagram? This is the structure of root. നമ്മളൊരു ചെറിയ വേര്, വെളുത്ത് വരുന്ന ഉള്ളിയുടെയൊക്കെ വേര് കണ്ടിട്ടില്ലേ, ഉള്ളിയൊക്കെ മുളച്ച് വരുമ്പോഴുള്ള വൈറ്റ് കളേർഡ്, അങ്ങനെയുള്ള ദിസ് വേരിൻ്റെ ക്രോസ് സെക്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വലുതായിട്ട് കാണാനായിട്ട് കഴിയും. സോ ലെറ്റ് us see that. You can see the outside, the periphery of the root. You can see root hairs. ഏറ്റവും ഉപരിതലത്തിൽ നിങ്ങൾക്കതിന് റൂട്ട് ഹെയർസ് കാണാൻ പറ്റും. എന്താണ് ഈ റൂട്ട് ഹെയർസിൻ്റെ പ്രത്യേകത? യു ക്യാൻ സീ ഹിയർ, നമുക്ക് റൂട്ടിൻ്റെ സ്ട്രക്ചർ ഇവിടെ കാണാം. ദിസ് യു ക്യാൻ സീ ഹിയർ ദിസ് സ്ട്രക്ചർ ഓഫ് റൂട്ട്. നമുക്ക് റൂട്ടിൻ്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെ, റൂട്ട് ഹെയർ കാണാൻ പറ്റും. ഈ സ്ട്രക്ചേഴ്സ്, സോ ഇറ്റ് ഈസ് എ മോണോകോട്ട് റൂട്ട്. The dicot root and monocot root is there. ഇത് ഡൈക്കോട്ട് റൂട്ടിൻ്റെ സ്ട്രക്ചറാണ്, TS ഓഫ് ഡൈക്കോട്ട് റൂട്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സെൽസ് കാണാം, റൂട്ട് ഹെയർസ് കാണാൻ കഴിയും. എന്താണ് ഈ റൂട്ട് ഹെയർസിൻ്റെ പ്രത്യേകത? ഈ റൂട്ട് ഹെയർസ് ആർ പ്രസൻറ്റ്, ദേ ആർ ഔട്ട് ഗ്രോത്ത് പ്രസൻറ്റ് ഇൻ ദ റൂട്ടിൻ്റെ ഇതിനകത്ത് കാണുന്ന ഔട്ട് ഗ്രോത്ത്സ് ആണ് ഇത്. ആൻഡ് ലൈക്ക് വൈസ് യു ക്യാൻ സീ ഇൻ ദ കേസ് ഓഫ് മോണോകോട്ട് ഓൾസോ, ഒറ്റത്തടിയായിട്ടുള്ള മരങ്ങളിലും ഇതുപോലെ തന്നെയുള്ള റൂട്ട് ഹെയർസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മോണോകോട്ട് റൂട്ട്, ഒറ്റത്തടിയായിട്ടുള്ള സസ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ റൂട്ട് ഹെയർസ് എന്താണ്? റൂട്ട് ഹെയർസിൻ്റെ ഫങ്ഷൻ. ദ റൂട്ട് ഹെയർസ് ഹെൽപ്പ് to absorb water and minerals from the plants, from the root, from the soil. മണ്ണിലെ വാട്ടർ മിനറൽസും അബ്സോർബ് ചെയ്യുന്നത് റൂട്ട് ഹെയർസിലൂടെയാണ്. ഓക്കെ, ഇങ്ങനെ റൂട്ട് ഹെയർസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൂട്ട് ഹെയർ സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ എത്തിച്ചേരും. ഫ്രം ദർ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ നെക്സ്റ്റ് സെൽ. കാരണം റൂട്ട് ഹെയർ വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ റൂട്ട് ഹെയർ കണ്ടെയ്നിങ് സെൽ, റൂട്ട് ഹെയർ ഉള്ള സെല്ലിനകത്ത് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, അതിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അത് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക് പോകും. അങ്ങനെ അവിടെ നിന്ന് വാട്ടർ പിന്നെ നെക്സ്റ്റ് സെല്ലിലേക്ക് പോകും. അറ്റ് ലാസ്റ്റ് ഇറ്റ് റീച്ചസ് ടു ദ ഇന്നർമോസ്റ്റ് പാർട്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് കട്ടി കൂടിയ ഭാഗം, അവിടെ എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് തരത്തിലുള്ള സെൽസ് കാണാം. ഒരു പച്ച നിറത്തിലും പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് രണ്ട് വാൾസുള്ള ഹെക്സഗണൽ ഷേപ്പായിട്ടുള്ള അറേഞ്ച്മെൻറ്റുള്ള സെൽസും കാണാൻ പറ്റും. പച്ച നിറത്തിലുള്ള സെൽസിനെ നിങ്ങൾക്കറിയാം അവിടെ ഫ്ലോയം സെൽസ് എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് സെൽസിനെ, കട്ടി കൂടുതലുള്ള സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് സൈലം എന്ന് പറയുന്നത്. അപ്പോൾ സൈലം ആൻഡ് ഫ്ലോയം, ഇതിനകത്ത് സൈലം ഈ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ്, സസ്യങ്ങളിൽ ഈ മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന തരം സെൽസാണ് ഇവ രണ്ടും. അതിന് നമ്മൾ വി കോൾ ദം ആസ് സൈലം ആൻഡ് ഫ്ലോയം. അത് രണ്ടും കൂടിച്ചേർന്ന് ഒരു ടിഷ്യൂ ഒന്നിച്ചായിട്ടാണ് കാണുന്നത്. നമ്മളത് ഒന്നിച്ച് അവയെ വാസ്കുലാർ ടിഷ്യൂ എന്നാണ് പറയുന്നത്. Or the vessels are present in a special, the vessels are made of special cells. നിങ്ങൾക്കറിയാം ഈ സൈലം എന്ന് പറയുന്നത് വെസൽസാണ്, സൈലം വെസൽസ്. അതിലൂടെയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ സസ്യങ്ങളിൽ ഈ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസാണ് സൈലം സെൽസ്. ആ സൈലത്തിൽ തന്നെ പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. അപ്പോൾ അവയുടെയൊക്കെ പ്രത്യേകത എന്നു പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ട്യൂബ് ലേക്ക് ഓർ പൈപ്പ് ലേക്ക് വെസൽസ്,
പൈപ്പ് പോലെയുള്ള സെൽസാണ്. നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അതിങ്ങനെ റൗണ്ടഡ് ഷേപ്പോ അല്ലെ ഹെക്സഗണൽ ഷേപ്പായിട്ട് കാണുന്നത് പോലെയല്ല. ശരിക്കും അതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ അത് ട്യൂബുലാർ ഷേപ്പാണ്. കാരണം വാട്ടറൊക്കെ അതിൻ്റെ കാണ്ഡത്തിലൂടെ ഇലകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന തരം സെൽസാണത്. ദാറ്റ് okay, and then when water reaches to the cell from to the leaves prepare food. അങ്ങനെ പ്രിപ്പയർ ചെയ്ത ഫുഡ് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽസാണ് നമ്മൾ ഫ്ലോയം ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ ദർ ആർ 2 type ഓഫ് ട്രാൻസ്പോർട്ട് ദ വാസ്കുലാർ ടിഷ്യൂസ്. ഈ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് വാസ്കുലാർ ടിഷ്യൂസ്. സോ വാസ്കുലാർ ടിഷ്യൂസ് കൺസിസ്റ്റ് ഓഫ് xylem and phloem. So what is a tissue? Tissue is a group of cells that perform a specialized function in organism. ഒരു ജീവിയിൽ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുക. പ്ലാന്റ്സ് കണ്ടെയ്ൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം വിച്ച് കണ്ടെയ്ൻ 2 type of tissue. One is called xylem and other one is called phloem. ഓക്കെ, xylem എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് canals ആണ്. That's channels. That channels means tubes through which water is transported into the leavesലേക്ക് കൊണ്ടുപോകുന്നതിനാണ് through the stem. Okay, phloem help to transport prepared food from leaves to all the part of the body for സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുന്നവയാണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഫ്ലോയത്തിലൂടെയാണ് പ്രിപ്പയർഡ് ഫുഡ് പ്ലാന്റ്സിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത്. സോ നമ്മളുടെ ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണിത്. നിങ്ങൾക്കറിയാം, സ്റ്റെം ഈസ് പ്ലേസ്ഡ് ഇൻ കളേർഡ് വാട്ടറിലൊരു സ്റ്റെം വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ കളേർഡ് വാട്ടർ ഗോയിങ് ത്രൂ ദ സ്റ്റെം. So the transportation of water take place. And so let us see this another important activity taking place in plants, that is transpiration. സസ്യങ്ങളിൽ നിങ്ങൾക്കറിയാം ഇലകളിലേക്ക് എത്തിച്ചേരുന്ന വാട്ടർ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ബട്ട് ദർ ഈസ് എ പ്രോബ്ലം ദർ. You know, plants are always facing they are exposed to extreme climatic conditions because they are not taking under any shelter. നമ്മൾ ആനിമൽസിനെ പോലെ അതിന് ഷെൽറ്ററിൻ്റെ അകത്തല്ല. പ്ലാന്റ്സ് ആർ എക്സ്പോസ്ഡ് ഓൾവേസ്. അതെപ്പോഴും എക്സ്പോസ്ഡ് ആണ്. സോ ഇറ്റ് മേ ബി സബ്ജക്റ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ ഓർ ലോ ടെമ്പറേച്ചർ, വിൻഡ് എക്സെട്ര. ഇങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ടാകും. സോ ഇതുപോലെ നമ്മുടെ plants when it is very hot, the plants still remain without getting affected by sunlight. How it is? It is by a process called transpiration. The leaf, when water reaches to the leaves, the amount of water lost from the leaf in the form of water vapor. That process of releasing of water through the stomata present in the leaves in the form of water is called transpiration. നമ്മൾ അതിന് പറയുന്ന പേര് ട്രാൻസ്പിറേഷൻ ഓർ സസ്യസ്വേദനം എന്ന് പറയും. Okay, what is transpiration? The process of releasing of water vapor through the stomata of plant is called transpiration. So transpiration actually help plants to in another way. നിങ്ങൾക്കറിയാം, ട്രാൻസ്പിറേഷൻ നടക്കുമ്പോൾ, സസ്യസ്വേദനം നടക്കുമ്പോൾ ചെടികൾക്ക് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സ് ആയതുകൊണ്ട് ഈ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് ഒരേ സമയം ഹാനികരമാണ്. എന്നാൽ ട്രാൻസ്പിറേഷൻ കൊണ്ട് നേട്ടങ്ങളുണ്ട്. ഹാനികരം എന്ന് പറയുന്ന പോലെ തന്നെ സസ്യങ്ങൾക്ക് നേട്ടങ്ങളുണ്ട്. എന്താണ് ട്രാൻസ്പിറേഷൻ സസ്യങ്ങൾ ചെയ്യുന്ന advantage?
So when transpiration take place, when evaporation of water take place through the stomata, what happen? It create a suction pull which brings water from the lower part of the body of the plant to the upper part. It create a suction pull. ഇലകളിൽ നിന്ന് വെള്ളം നീരാവിയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കറിയാം അത് ഒരു സക്ഷൻ പുള്ളിന് കാരണമാകും. ഇലകളിൽ നിന്ന് നഷ്ടപ്പെടുന്ന വാട്ടറിന് കോമ്പൻസേഷനായിട്ട് തൊട്ടടുത്ത സെല്ലിലെ വാട്ടർ ഇലകളിൽ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത സെല്ലിലെ വാട്ടർ ആ സെല്ലുകളിൽ എത്തിച്ചേരും. പിന്നെ അങ്ങനെ ഈ റൂട്ടിലുള്ള വെള്ളം ഇലകളിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സക്ഷൻ പുള്ളാണ്. ഒരു വലിയ ബലം, ഒരു സക്ഷൻ പുള്ള് അനുഭവപ്പെടും. ട്രാൻസ്പിറേഷൻ ക്രിയേറ്റ് എ സക്ഷൻ പുൾ വിച്ച് പുൾസ് ഓർ വിച്ച് ക്യാരി വാട്ടർ ടു ദ ഗ്രേറ്റ് ഹൈറ്റ് ഇൻ പ്ലാന്റ്സ്. That is about transpiration. Transpiration take place through stomata. So this is about this transportation in animals and plants. Okay, thank you.